എഫെസ്യർ 1 എഫെസൊസിലെ വിശ്വാസികളോട് പൗലോസ് തന്റെ നന്ദിയും മാധ്യസ്ഥതയും പ്രകടിപ്പിക്കുന്ന മനോഹരമായ ഒരു ഭാഗമാണ്. യേശുക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസത്തിനും സഹവിശ്വാസികളോടുള്ള സ്നേഹത്തിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അവരുടെ ആത്മീയ വളർച്ചയോടുള്ള ആഴമായ വിലമതിപ്പ് പ്രകടമാക്കുന്നു. പൗലോസ് പിന്നീട് ഒരു പ്രാർത്ഥനയിലേക്ക് മാറുന്നു. അവർക്ക് യേശുവിനെ നന്നായി അറിയാൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവ് നൽകണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെടുന്നു. അവരുടെ വിളിയുടെ പ്രത്യാശ, ദൈവത്തിന്റെ മഹത്തായ അവകാശത്തിന്റെ സമ്പത്ത്, വിശ്വസിക്കുന്നവർക്ക് ലഭ്യമായ അനുപമമായ ശക്തി എന്നിവ മനസ്സിലാക്കാൻ അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ പരമോന്നത അധികാരത്തിന്റെ പ്രഖ്യാപനത്തോടെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. എല്ലാ ശക്തികൾക്കും ആധിപത്യങ്ങൾക്കും അതീതമായി ദൈവത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നുവെന്നും എല്ലാം അവന്റെ കാൽക്കീഴിലാണെന്നും പൗലോസ് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. ഇതേ ശക്തി സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നു. അത് അവന്റെ ശരീരമാണ്. ക്രിസ്തുവിൽ നാം സമ്പൂർണ്ണനാണ്. വിശ്വസിക്കുന്ന നമുക്കുവേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് വിശ്വാസികൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ യേശുവിനെ ഇരുത്തുകയും സർവ്വവും യേശുവിന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി. ദൈവത്തിന്റെ മഹത്വത്തെയും അവന്റെ ദൈവിക പദ്ധതിയിൽ നമ്മുടെ സ്ഥാനത്തെയും കുറിച്ചുള്ള അഗാധമായ ഓർമ്മപ്പെടുത്തലാണിത്. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.